എടി ദേവി, ഒന്നിങ്ങ് വന്നൊരു കാര്യം പറയട്ടെ. നീ വിഷമിക്കരുത് കേട്ടോ. ഏട്ടൻ 2 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുകയാണ്. ഒരു ചെറിയൊരു വിഷയമുണ്ട്. എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഒരാഴ്ച മുന്നേ ഇവിടെ നിന്ന് പോയെന്നേ നീ പറയാവൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഫോണിൽ വിളിക്കാതെ നീ എന്നെ തിരിച്ച് വിളിക്കാൻ പാടില്ല. ഞാൻ വേറൊരു ഫോണിൽ നിന്ന് എന്നെ വിളിച്ചോളാം. അതുവരെ നീ എന്നെ തിരിച്ച് വിളിക്കരുത്. എനിക്ക് ആകെ പേടിയാവുന്നു. നീ പേടിക്കേണ്ട ദേവി. ഞാനേ ആ നാണിത്തള്ളേനോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്നോളൂ. അവർ ചോദിച്ചാലും വേറെ ഒന്നും പറയരുത് കേട്ടാ നീ. ചേട്ടന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കിപ്പോൾ ഒന്നും ഇറങ്ങൂല ദേവി. എന്താ വിഷയം? അതൊക്കെ ഞാൻ നിന്നെ ഫോണിൽ വിളിക്കുമ്പോൾ പറയാം. ഇപ്പം അതിനൊന്നും സമയമില്ല. ഇപ്പോൾ ഒരു ബസ്സുണ്ട്, ആ ബസ്സിന് പോയാൽ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങാം. അതല്ലെങ്കിൽ പിന്നെ നോർത്തിൽ പോകണം. 11 മണി കഴിയും കേട്ടോ. ഏട്ടൻ ഇറങ്ങട്ടെ. നീ സങ്കടപ്പെടാതിരിക്കു ദേവി. എനിക്ക് ആകെ പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കു ദേവി. ഏട്ടൻ 2 ദിവസം കഴിഞ്ഞ് വരുമോ? വരും ദേവി. നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഗൾഫിലൊന്നും അല്ലല്ലോ പോകുന്നത്. ഞാനൊരു 2 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഏട്ടൻ്റെ പൊന്ന് വിഷമിക്കാതിരി. ഏട്ടനൊന്നും ഇല്ല, ഏട്ടൻ വരും. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ സംസാരിക്കാം. ഞാനേ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ വക്കീൽ സ്റ്റേഷനിൽ പോയിട്ട് നോക്കും. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണോ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണോ എന്താണെന്ന് വക്കീൽ നോക്കിയിട്ട് വക്കീലെ വേണ്ട പോലെ ചെയ്തോളും ദേവി. നീ വിഷമിക്കാതിരിക്കും കേട്ടോ. കാര്യങ്ങൾ എന്താണെന്നുള്ള വിശദമായിട്ട് ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഏട്ടൻ പോവുകയാണേ.